ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൈനിങ്ങിന് പോയി കുറച്ച് ഡയമണ്ട് കണ്ടുപിടിക്കണം. ഏകദേശം നൈറ്റായി തുടങ്ങിയിരിക്കണേ. അപ്പോൾ പെട്ടെന്ന് പോയി കിടന്ന് രാവിലെ ആയിട്ട് മൈനിങ്ങിന് പോവാം. ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് എന്ത് ചെയ്യണമെന്ന്. ഇവിടെ NTI കിടക്കുകയായതുകൊണ്ട്. അപ്പോൾ ഒരു ബ്രോ പറഞ്ഞത് ഇവിടെ സ്റ്റോറേജിൻ്റെ ഒരു ചെറിയ ഏരിയ ഉണ്ടാക്കിയെടുക്കാനാണ്. അത് ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് ചെയ്യണം. സ്റ്റോറേജ് എന്തായാലും അത്യാവശ്യമായതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഭാഗത്തുള്ള ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടി മാറ്റണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മൈനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് പെട്ടെന്ന് വെട്ടി മാറ്റട്ടെ. അതങ്ങനെ കംപ്ലീറ്റ് വെട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും ഐറ്റംസ് കിട്ടി. ഇതൊക്കെ പെട്ടിക്ക് വെച്ച ശേഷം നമുക്ക് മൈനിങ്ങിന് പോവാം. ഈ ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റെയർ വെക്കണം, അല്ലെങ്കിൽ കയറാനും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇന്നാൾ കണ്ട സ്റ്റെയറിൻ്റെ അടുത്തുള്ള ആ ഒരു ഡയമണ്ട് പീസ് ഉണ്ട്, ആ എന്തായാലും ഇനി മൈൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് അയൺ പിക്കാസ് കിട്ടി. ഒരു ഡയമണ്ട് തന്നെ ഉള്ളൂ തോന്നുന്നത്, അടിക്കൊന്നും വേറെ ഇല്ല. ഇനി കിട്ടിയ വെച്ച് നമുക്ക് ഇവിടുന്ന് പോവാം, ബാക്കി അവിടെ മൈനിങ് തുടങ്ങാം. അതിനു തന്നെ നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫുള്ള് ഇരുട്ടാവും. അവിടെ കുറച്ച് ടോർച്ച് ഉണ്ടാക്കട്ടെ. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെ കൈക്കുണ്ട്, അപ്പം ഞാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, 2 ഉണ്ട്. അത് ഞാൻ മേലെ തന്നെ എടുത്തതായിരുന്നു. ഈ ഭാഗത്ത് ടോർച്ച് വെച്ച് മുന്നിൽ മൈൻ ചെയ്യാം. അതിൻ്റെ മുന്നേ ഈ വാട്ടർ റോക്കറ്റ് ഒന്ന് തിരിച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ആകെ വെള്ളമായിട്ട് നടക്കാൻ പറ്റണില്ല. ഇവിടുന്ന് ഇതുപോലെ 4 സൈഡിക്കും ഇങ്ങനെ 3 ബ്ലോക്ക് വെച്ചിട്ട് മൈൻ ചെയ്ത് പോകാം. അപ്പോൾ എന്തായാലും ഡയമണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും കേവ് കാണുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാം. കേവിൻ്റെ ഉള്ളിൽ കയറിയാൽ ചുറ്റോറും ടോർച്ച് വെച്ചാൽ മതി, എന്നാൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ രീതിയിൽ കുറേ മൈൻ ചെയ്യണം, എന്നാലേ കുറച്ച് ഡയമണ്ട് കിട്ടുള്ളൂ. നമ്മളെ ഫസ്റ്റത്തെ റെഡ് സ്റ്റോൺ കിട്ടി, ഇവിടെ കുറച്ചുണ്ട് റെഡ് സ്റ്റോൺ. ഇതൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. ഇനി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒന്നുകൂടി എളുപ്പമാവും. എന്ന് വെച്ചാൽ പിസ്റ്റണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ റെഡ് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഈ പിക്കാസ് പൊട്ടി. ഇനി ഒരു പിക്കാസ് കൂടി ഉണ്ടാക്കി കൊണ്ടിട്ടെ. നമ്മളൊക്കെ അയൺ കുറച്ചുണ്ട്, ഞാൻ അയൺ ബ്ലോക്ക് 4 എടുത്തിരുന്നത്. അങ്ങനെ അയൺ പിക്കാസ് ഉണ്ടാക്കി. 1 അല്ല 2 ഉണ്ടാക്കാം, എന്തായാലും ആവശ്യം വരും, കുറേ മൈൻ ചെയ്യാനുള്ളതാണ്. ഇനി തിരിച്ച് അത്രയും ദൂരം നടക്കണം, കുറച്ചധികം ദൂരമുണ്ട്. ഇനി ബാക്കി മൈൻ ചെയ്യട്ടെ, ഇനി എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഞാൻ മൈൻ ചെയ്ത് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളം ഒഴുകണ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കേവ് ഉണ്ടാവും.
സ്പൈഡറിൻ്റെ ഒച്ചയും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് കുഴിച്ച് മേലേക്ക് കയറി നോക്കട്ടെ. വലിയ കേവാണെങ്കിൽ ഇവിടുന്ന് ആവശ്യത്തിനുള്ള ഡയമണ്ട് കിട്ടും. അങ്ങനെ ഒരു കേവിലെത്തി. ഇനി മേലേക്ക് കയറണം. മേലെ മോബൊക്കെ ഉണ്ടാകുന്നതാണ് സംശയം. ഇവിടെ ആകെ ഇഷ്ടം പോലെ സ്പൈഡർ ഉണ്ട്. കണ്ണ് മാത്രം കാണുന്നുണ്ട്. പിന്നാലെ വരുന്നുണ്ട്. ഇവിടെ ഒക്കെ ഒന്ന് ടോർച്ച് വെച്ച് കംപ്ലീറ്റ് ആക്കണം. എന്നാലേ നമുക്ക് മോബിനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ സ്പോൺ ആവും. ഇവന്മാരിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തിന് മേലെ കയറി നിൽക്കുക. ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മേലെ നിന്ന് നോക്കി മനസ്സിലാക്കാം. ഇവിടെ ഒരു ടോർച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ ഫുള്ള് ഇരുട്ടാവും. ഒന്നും കാണാൻ പറ്റില്ല. അടിയിലൊരു സ്കെൽറ്റൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3-4 സ്പൈഡറുണ്ട്. പിന്നെ അവൾ റെഡ് സ്റ്റോണൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഡയമണ്ട് 2 ഡയമണ്ട് ഈ ഭാഗത്ത് ഇരിക്കണേ. ഡയമണ്ട് കേവിൽ നല്ല സ്പോണാവും. ഈ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും താഴത്തേക്ക് ഇറങ്ങണം. ഇവന്മാരൊക്കെ ഒന്ന് തീർക്കണം. അതിൻ്റെ മുന്നേ ഇവന്മാർ ഇന്നെ തീർക്കുമെന്നാണ് സംശയം. ഇഷ്ടം പോലെ മോബ് സ്പോൺ ആയിക്കണം ഇവിടെ കേവിൽ. അവിടെ നിന്ന് ടോർച്ച് വെച്ചൊന്ന് കംപ്ലീറ്റ് ക്ലിയർ ആകട്ടെ. കുറേ ആൾക്കാരിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കോർണറിൽ പെട്ടെന്ന് ബ്ലോക്ക് വെച്ച് 4 ഭാഗം കവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. പേടിയുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും വെറുതെ എന്തിനാ സോമിൻ്റെ അടി കൊണ്ട് ചാവണേ. കുറച്ച് ഫുഡ് കഴിച്ച് ഹെൽത്ത് കൂടിൻ്റെ ശേഷം ഇനി പുറത്തേക്ക് ഇറങ്ങാം. അതാണ് നല്ലത്. പിന്നെ നമ്മളെ ഷീൽഡ് പൊട്ടാനയക്കണ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ അതിൻ്റെ ഹെൽത്ത്. പിന്നെ അയൺ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അയൺ ഉണ്ട് നമുക്ക് ആവശ്യത്തിന്. ഇനി കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ചിൻ്റെ ഒക്കെ കുറവാണ്. അപ്പോൾ അതങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിക്കണേ. ഇനി മേലെ മൈൻ ചെയ്തുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അവന്മാർക്ക് നമ്മൾ അടിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മളെ ഹൈറ്റിൽ നിൽക്കണോണ്ട്. ഇതായി 2-3 ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. ഇവന്മാരൊന്ന് തീർക്കട്ടെ. വരുന്നുണ്ട് 3 ആൾക്കാരുണ്ട്. ഇനി ഇവനും കൂടി ഉള്ളു ബാക്കി. ഇവനും കൂടി ഒന്ന് തീർക്കട്ടെ. ഇനി ബാക്കി എല്ലാ ഭാഗത്തും ടോർച്ച് വെച്ച് കംപ്ലീറ്റ് ആക്കാം. ഈ ഭാഗത്ത് ഇത് റെഡ് സ്റ്റോൺ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ഒരു സ്കെൽട്ടൺ നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നൊന്നും അടിക്കുമെന്നാണ് പേടി. പെട്ടെന്ന് ഇവനെ തീർക്കാം. എൻചാൻറ്റിങ് ഒക്കെ ചെയ്ത് ബോറ്റാണ് നടക്കണവന്. എന്തായാലും പെട്ടെന്ന് തീർക്കട്ടെ. ഒരു സോംബി കൂടി വരുന്നുണ്ട്. ഈ സോംബിനെ സ്കെൽറ്റ് അമ്പയ്യാൻ പിന്നെ ഓലെണ്ണുള്ള ആയിക്കോളും. പിന്നെ നമ്മൾ നോക്കണ്ട. ഷീൽഡ് പൊട്ടി. ഇനി പെട്ടെന്ന് പോയി ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് തരാം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ അധികം മോബിനൊന്നും കാണാനില്ല. ഇവിടെ സ്കെൽറ്റനും കൂടി ഉണ്ട്. ഇവനും കൂടി തീർക്കട്ടെ. അതും കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാൻ തുടങ്ങാം. ഇവന് എല്ലാവരെങ്കിലും എൻചാൻറ്റിങ് ചെയ്ത് ബോയാണ്. ഇപ്പോൾ കുറേ ഏരിയ ടോർച്ച് വെച്ച് കംപ്ലീറ്റ് ആക്കി. ഇനി കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. ഇവിടെ ഒരു സ്കെൽറ്റനും സോമിയും കൂടി ഉണ്ട്. ഇവന്മാരൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ. സ്കെൽറ്റൻ അമ്പ് ചെയ്ത് ഇനി ഇവ 2 ആളും ആയിക്കോളും. അടി തുടങ്ങി. ഇവ 2 ആളും അടി തുടങ്ങി. ഞാൻ പറയണത് ഇതിൽ സ്കെൽറ്റൻ ജയിക്കുമെന്ന്. അടിക്ക്. കൊല്ല് അടിക്കടാ. ചത്ത്. ഇനി സ്കെൽറ്റൻ നമ്മൾ കൊല്ലണം എന്തായാലും. ഏകദേശം ടോർച്ച് വെച്ച് കംപ്ലീറ്റ് ആയി. ഇപ്പം തന്നെ നെഞ്ചത്ത് പൊട്ടിയെന്ന്. ഇനി കുറച്ച് ടോർച്ചും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഈ ഭാഗത്ത് വെക്കാം. ടോർച്ചൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയി. നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഇത് പീസ് മൈൻ ചെയ്ത് ഇനി ഈ ഇരുട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ വ്യക്തമായിട്ട് കാണും. ഇവിടെ കുറച്ച് ഡയമണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ലാവ ഉണ്ട്. ലാവൻ്റെ അടിയിലാണ് സ്പോൺ ആയത്. അപ്പോൾ എന്തായാലും മൈൻ ചെയ്യണ്ട. എന്തായാലും ലാവിക്ക് പോകും. നമുക്ക് കിട്ടൂല. സൈഡിലുള്ളതൊക്കെ എന്തായാലും മൈൻ ചെയ്യാം. ഇത് എന്തായാലും നമുക്ക് കിട്ടൂല. നമ്മൾ സൈഡിൽ നിന്ന് മൈൻ ചെയ്ത് നോക്കാം. ചിലപ്പം കിട്ടും. എന്തായാലും ഒരു പീസ് കിട്ടി. ഇനി ബാക്കിയുള്ളത് അതുപോലെ കിട്ടുമോ നോക്കട്ടെ. ഇതും കൂടി ഒന്ന് മൈൻ ചെയ്ത് നോക്കട്ടെ മെല്ലെ. ഇല്ല ഗായ്സ്, അത് ലാവ് കൊണ്ടുപോയി. ആരുടെ വെച്ചുണ്ടാക്കണേ? ഡ്രൗണിൻ്റെ സോണിനെ പോലെ തോന്നി. ആരുമില്ല. നമുക്ക് ബാക്കി മൈൻ ചെയ്യാം. അതും ലാവ് കൊണ്ടുപോയി. ലാസ്റ്റ് അതെന്തായാലും അത് കിട്ടി നമുക്ക്. ഇവിടെ കുറച്ച് റെഡ് സ്റ്റോ ഇരിക്കുന്നുണ്ട്. കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അയൺ ഒഴികെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുക്കാം. ഈ ഭാഗത്ത് ഗോൾഡ് ഉണ്ട്. അതെന്തായാലും എടുക്കുക. ഗോൾഡ് നമുക്ക് ആവശ്യമുണ്ട്. പല സാധനങ്ങൾ ഉണ്ടാക്കാൻ ഗോൾഡിന് അത്യാവശ്യമാണ്. അങ്ങനെ അടുത്ത ഡയമണ്ട് കിട്ടി. ഇതെടുക്കട്ടെ. പിന്നെ 2 ഡയമണ്ട് കിട്ടി. കുറച്ച് റെഡ് സ്റ്റോണും കിട്ടി. പിന്നെയും ഡയമണ്ട് കിട്ടി. കുറച്ച് റെഡ് സ്റ്റോണും കിട്ടി. റെഡ് സ്റ്റോണ്, ഗോൾഡ്, വീണ്ടും റെഡ് സ്റ്റോണ്, ഡയമണ്ട്, റെഡ് സ്റ്റോണ്, ഗോൾഡ്, റെഡ് സ്റ്റോണ്, ഗോൾഡ്, റെഡ് സ്റ്റോണ്, ഡയമണ്ട്, റെഡ് സ്റ്റോണ്. അതങ്ങനെ ഏകദേശം കിട്ടി. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ പോകാനുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ ടോർച്ചില്ല. പിന്നെ കുറച്ച് ഫുഡും ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. നല്ല മഴയുണ്ട്. ഒരു സ്കെൽറ്റൻ അവിടെ നിൽക്കണേ. വേറെ മോബിനൊന്നും കണ്ടില്ല. ഇവനെ കൂടി കൊന്നിട്ട് പെട്ടെന്ന് പോയി കിടക്കാം. ഹെൽത്ത് നല്ല കുറവാണ്. നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. താഴെ 2-3 സൂമിയും കൂടി ഉണ്ട്.
ഇവന്മാരൊന്ന് തീർക്കണം. അതങ്ങനെ കംപ്ലീറ്റ് ആക്കി. നമുക്ക് കിട്ടിയത് വെച്ചിട്ട് ഒരു പിക്കാസ് എന്തായാലും ഉണ്ടാക്കണം, ആ അത്യാവശ്യമാണ്. പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടി ഉണ്ടാക്കാം. ഇനി ബാക്കി 5 ഡയമണ്ടും കൂടി ഉള്ളൂ. അപ്പോൾ അതിനൊരു ഹെൽമെറ്റും കൂടി ഉണ്ടാക്കാം, എന്നാൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടിക്കോളും. അതങ്ങനെ റെഡിയാക്കി എടുത്ത് ഇനി ബാക്കി ലെഗിൻസും ബൂട്ടും നമുക്ക് മെല്ലെ കിട്ടുന്ന പോലെ ചെയ്യാം. കോളിൻ്റെ ആവശ്യത്തിന് ഇതിൽ നിന്ന് കുറച്ച് വുഡ് എടുത്തിട്ട് നമുക്ക് ചാർക്കോളാക്കാം. അതങ്ങനെ 2 പെട്ടിയിൽ നമുക്ക് വെക്കാം. ഞാൻ മെല്ലെ റെഡി ആയിക്കോളും. ഇനി സ്റ്റോറേജ് റൂം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാം. അതങ്ങനെ ഏകദേശം 32 ചെസ്റ്റ് ഉണ്ടാക്കിയിരിക്കണേ. ഇത് മേലെ കൊണ്ടുപോയി വെക്കാം. ഇവിടെ ഈ 2 സൈഡിലും ഇതുപോലെ വെക്കാം, എന്നാൽ കൂടുതൽ സ്റ്റോറേജ് എന്തായാലും കിട്ടിക്കോളും. നമ്മളെ കയ്യിലുണ്ടായിരുന്ന ചെസ്റ്റൊക്കെ തീർന്ന് ഇനി കുറച്ചും കൂടി ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. ചെസ്റ്റും കുറച്ച് ബാരലും ഉണ്ടാക്കിയിരിക്കണേ, അതെന്തായാലും ഇവിടെ വെക്കാം. ഇനി കുറച്ച് പോട്ട് ഉണ്ടാക്കണം, അതിന് വേണ്ടി കുറച്ച് ബ്രിക്ക് വേണം. അതങ്ങനെ സെറ്റാക്കി. ഇനി ഇതിൽ കുറച്ച് ചെടി വെക്കണം, അതിന് കുറച്ച് ചെടിയും കൂടി പോയി എടുത്തോണ്ടിരണം. ഇനി എല്ലാ തരം ചെടികളും കുറച്ച് എടുക്കാം. ഇത് നമ്മൾ എടുക്കുന്നത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, വീട്ടിലെ എല്ലാ സ്ഥലത്തും അവിടെ ഇവിടെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതും അങ്ങനെ ഏകദേശം സെറ്റായി. ഇനി നൈറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് വീട്ടിൽ തന്നെ പോവാം. അങ്ങനെ രാവിലെ ആയി. അടിയിൽ സോംബീസ് നിൽക്കുന്നുണ്ട് തോന്നുന്നത്, ഒച്ച വെക്കുന്നുണ്ട്. ഇവന്മാരൊന്ന് തീർക്കണം. ഇവിടുന്ന് 3-4 വരുന്നുണ്ട്. അവർക്ക് എന്തായാലും തീ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തീരും. എന്താ പിന്നെ ഒരു കുതിര, അവൻ എന്തായാലും ചത്ത്. മഷ്റൂമും ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ ഇതും കൂടി ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഡെക്കറേഷന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ വെക്കാൻ പോകുന്നത് നമ്മളെ റൂമിലാണ്. ഇവിടെ ഒരു ചെടി വെച്ചിട്ട് അതിൽ ഈ മഷ്റൂം നട്ടേക്കാം. കാണാൻ കുറച്ച് ഭംഗിയുണ്ട്. ഞാൻ അങ്ങനെ കുറച്ച് വീട്ടിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കണം എല്ലാ സൈഡിലും. ഇനി മേലെ ഭാഗത്ത് കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ട്, അത് ചെയിനിൽ തൂക്കിക്കാണ്ട് ലാൻഡേ വെക്കാം, എന്നാൽ ഒന്നുകൂടി വെളിച്ചം കിട്ടും. ആ കാണാനും കുറച്ചുകൂടി ഭംഗിയുള്ള ബ്ലോക്കാണ്. അതങ്ങനെ ഏകദേശം സെറ്റാക്കി എടുത്തേക്കണേ. എല്ലാ പെട്ടീൻ്റെ അടുത്തും കുറച്ച് ഐറ്റം ഫ്രെയിം വെക്കാം, സാധനങ്ങൾ ഏതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു പെട്ടിയിൽ ഒരു ഐറ്റം മാത്രം വെച്ചാൽ മതി, ഒന്നുകൂടി വൃത്തിയായി ഇരിക്കും. ഇത് ഒന്നും കൂടി നല്ലത് ചെസ്റ്റും വെക്കണല്ലേ, കാണാൻ വൃത്തിയുള്ളത്. ഏകദേശം ഇങ്ങനെ നോക്കുമ്പോൾ ചെസ്റ്റും ഇരിക്കുമ്പോൾ ഒന്നും കൂടി വൃത്തി തോന്നുന്നുണ്ട്, അതന്നെ നല്ലത്. ചെസ്റ്റും വെക്കാം. ഇനി എന്തൊക്കെ ഐറ്റംസ് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. ആദ്യത്തിൽ ബീഫ്, ചിക്കന് അങ്ങനത്തെ ഒക്കെ വെക്കാം. പിന്നത്തിൽ ഡെക്കറേഷൻ ബ്ലോക്ക്, പിന്നത്തിൽ ലോഗ് അങ്ങനത്തെ ഒക്കെ വെക്കാം. പിന്നത്തിൽ റെഡ് സ്റ്റോണിൻ്റെ സംഭവങ്ങൾ, പിന്നത്തിൽ മരത്തിൻ്റെ സാപ്ലിംഗ് ഒക്കെ വെക്കാം. ഇതിൽ ഡൈ, എല്ലാ തരം ഡൈ അതിൽ വെക്കാം. പിന്നെ അയൺ ബ്ലോക്ക്, അയണിൻ്റെ സംഭവങ്ങൾ. പിന്നെ ഞാൻ കുറച്ച് ഷെൽഫ് ക്രാഫ്റ്റ് ചെയ്തിരുന്നു, ഇതും കൂടി ഇവിടെ വെക്കാം. ഇതിലെന്താ വെക്കേണ്ടത് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഇതും സ്റ്റോറേജിന് യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് ഇതും കൂടി വെക്കാം. ഇതിലെങ്ങനെ സാധനം വെക്കേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് അറിയില്ല, അതൊക്കെ നമുക്ക് പഠിക്കണം. അതങ്ങനെ കംപ്ലീറ്റ് വെച്ച് തീർത്ത്. ഇതാണ് നമ്മളെ സ്റ്റോറേജ് ഏരിയ. ഒരു ചെറുതാണ്, ഇനി ഇത് ഭാവിയിൽ വലുതാക്കണം. ഇനി ഈ ഭാഗത്ത് ഫസ്റ്റത്തിൽ ലെതർ, പിന്നെ വെപ്പൺസ്, പിന്നെ ഇതിൽ പോട്ട് വെച്ചിരിക്കണ്. ഇതങ്ങനെ വല്ലാതെ യൂസ് ചെയ്യില്ല, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വെച്ചതാണ്. ഇനി ഇതിൽ മോബിനെ കൊന്നാൽ കിട്ടുന്ന ലൂട്ട് വെക്കാനുള്ളത്. ലാസ്റ്റായിട്ട് വുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ വെക്കാനുള്ളത്. ഇത് ഫ്യൂലിന് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ. ഇതിൽ എക്സ്പെൻസീവ് സംഭവങ്ങൾ വെക്കാനുള്ളതാണ്, പക്ഷേ എൻ്റെയൊക്കെ ഗോൾഡ് മാത്രമേ ഉള്ളൂ. ഡയമണ്ട് കിട്ടുമ്പോൾ അത് മാറ്റി വെക്കണം. ഇവിടെ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.